ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മകം തൊഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തുമണിക്ക് രാവിലെ എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ റെഡി ആയതിന് ശേഷം ഞാനും മുത്തുമണിയും കൂടി മകം തൊഴാൻ പോവുക. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് അടുത്തുള്ളൊരു ഭഗവതി ക്ഷേത്രത്തിലെ ഉണ്ട്, പിഷാരിക്കോവിൽ ഭഗവതിയുടെ അടുത്ത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ റോഡിൻ്റെ വെളിയിൽ വരെ ക്യൂ നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടെ ക്യൂവിൻ്റെ അടുത്ത് പോയി നിന്ന് അതിനകത്ത് കയറിയിട്ട് നമ്മളിത് നിൽക്കുക കേട്ടോ, ക്യൂവിൽ നിൽക്കുവാണ്. അങ്ങനെ അതേ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി മുത്തുമണി ചെരുപ്പ് അഴിച്ചിട്ട് വന്നിട്ട് ഇതേ വീണ്ടും അകത്തോട്ടൊക്കെ കയറി. നമ്മൾ ചോറ്റാനിക്കരയിലൊന്നും പോകാനുള്ള സമയം കിട്ടി, സമയമല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ ഈ അമ്പലത്തിൽ വന്നത്. സാധാരണ നമ്മൾ എല്ലാ വർഷവും ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ. ചോറ്റാനിക്കരയിൽ ഞാൻ ഇതുവരെ മകം തൊഴാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചോറ്റാനിക്കരയിലൊക്കെ പോകാൻ പറ്റാത്തവർക്കൊക്കെ നമുക്കിവിടെ വന്നിട്ട് നമ്മൾ തൊഴാറുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി. നട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭഗവതിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. മുത്തുമണിയും ഞാനും കൂടി പിന്നെ അകത്ത് കയറി ഇവിടെ ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദനമൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു നാഗത്തറയിലൊക്കെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ആനേനെ കണ്ടായിരുന്നില്ലേ എന്ന് ഞാൻ പറയാത്. പിന്നെ ഇവിടെ എല്ലാം പ്രാർത്ഥിച്ച് പുറത്ത് ചുറ്റുമെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആനയുടെ അടുത്ത് പോയിട്ടോ. ഞാൻ നോക്കുമ്പോഴുണ്ട് ആനയ്ക്ക് ഒരു കൊമ്പേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു കൊമ്പ് ഇവിടെ മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാത്ത ആനയാണെന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ലേശം അതിനെന്തോ വയ്യാത്ത പോലെ ഉണ്ട് മുത്തുമണിക്ക്. എനിക്കത് കണ്ടപ്പോൾ സങ്കടമായിട്ടോ. പിന്നെ നമ്മളിവിടെ വന്ന് ശാസ്താവിൻ്റെ അവിടെ വന്ന് 2 എള്ളുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അതൊക്കെ കത്തിച്ച് അതിനുശേഷം നമ്മൾ നേരെ പോയത് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ സംഭാരം ചൂടൊക്കെ അല്ലേ, അപ്പോൾ സംഭാരമായിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അതാണ് മുത്തുമണിയുടെ ആക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ സംഭാരമൊക്കെ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് പഴം നുറുക്ക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവതിയുടെ പ്രസാദം അല്ലേ. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് ശർക്കര ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്ത് പഞ്ചസാര ഇടുക. അത് കഴിച്ചിട്ട് മതിയാവേണ്ട മുത്തുമണി വീണ്ടും പോയിട്ട് 2ാം പ്രാവശ്യം പോയിട്ട് സ്കൂട്ടായിട്ട് പോയിട്ട് എടുത്തിട്ട് വരും കേട്ടോ. നൈസായിട്ട് എടുത്തു. അവർക്ക് നാണം വന്നതാ. അപ്പോൾ വീണ്ടും വാങ്ങിക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി പോയി വാങ്ങിച്ച് പ്രസാദം കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ മുത്തുമണി അങ്ങനെ കഴിക്കാത്തതാണ്, അവൾക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 3 പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ച് നമ്മളതേ അമ്പലത്തിലൊക്കെ കുറച്ചൊന്ന് നടന്നു കേട്ടോ. അപ്പോൾ വെയിലൊന്ന് ചൂടൊക്കെ ആറിയായിരുന്നു വെയിലിൻ്റെ. അങ്ങനെ അവിടെയൊക്കെ നടന്ന് നമ്മൾ പിന്നെ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോകും. ഞാൻ നോക്കുമ്പോൾ മുത്തുമണീനെ കാണാനില്ല. ഇവിടെ പറയൊക്കെ നിറച്ചുകൊണ്ടിരിക്കേണ്ട ആളുകൾ വീണ്ടും ഇവിടെ ഒളിച്ചിരിക്കും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നേരെ പോയത് ടോയ് ഷോപ്പിലേക്കാണ്. വരുമ്പോൾ കണ്ടായിരുന്നല്ലോ, അതൊക്കെ നോക്കി, ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അതെല്ലാം നോക്കിയതിന് ശേഷം നമ്മളിത് കപ്പലണ്ടി അല്ല എന്തോ അത് പട്ടാണിക്കടലയും വാങ്ങിച്ച് പൊറിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു.